ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പി കുഞ്ഞുങ്ങളെ എങ്ങനെ പെട്ടെന്ന് വളർത്തി വലുതാക്കി എടുക്കാവുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൂടെ അമർത്തുകയാണെങ്കിൽ നമ്മളെടുത്ത പുതിയൊരു വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവയെല്ലാം ആദ്യം തന്നെ സേവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെ എങ്ങനെ ചത്തുപോകാതെ തന്നെ മുഴുവനായിട്ട് സേവ് ചെയ്തെടുക്കുക അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വളർത്തി വലുതാക്കി എടുക്കാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകണം, അതായത് ഒരു 2 മാസങ്ങളിൽ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് അർട്ടീമിയ കൊടുക്കുന്നതാണ്. അർട്ടീമിയ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി, അതുപോലെ കളറ് കാര്യം എല്ലാം നല്ല രീതിയിൽ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അർട്ടീമിയ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ലൈഫ് ഫുഡ്സ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ എങ്ങനെയെങ്കിലും മൊയിനയൊക്കെ വളരെ കുറഞ്ഞ വില നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാവുന്നതാണ്. മൊയിനയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി ഒരു ലൈഫ് ഫുഡും ഇല്ലെന്നുണ്ടെങ്കിൽ സാറിന് പെല്ലറ്റ് ഫുഡ് കൊടുത്താലും മതിയാകും. പക്ഷേ അതപ്പോൾ നല്ല രീതിയിൽ സമയമെടുക്കും ഗപ്പി കുഞ്ഞുങ്ങൾ ഗ്രോത്തായിട്ട് വരാനായിട്ട്. പിന്നെ ഒരു വഴിയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെല്ലറ്റ് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ടാങ്കിൽ ഗപ്പി കുഞ്ഞുങ്ങളെ ഇടുക. അതായത് ഇതിൻ്റെ വാട്ടർ കണ്ടീഷൻ നല്ല രീതിയിൽ പായലുള്ള വെള്ളത്തിൽ ഇടുക. അതായത് ഗ്രീൻ ആൽഗെ വാട്ടറിൽ ഇടുകയാണെങ്കിൽ അത്യാവശ്യം ഗ്രോത്ത് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഗപ്പി കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരുന്നതാണ്. സാധാരണ പെല്ലറ്റ് ഫുഡ് കൊടുത്തുകൊണ്ട് ഇതുപോലത്തെ പായൽ വെള്ളത്തിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ലൈഫ് ഫുഡ്സൊക്കെ മേടിക്കാൻ കഴിയുന്നവർ കഴിവതും ഇത്തിരി പെല്ലറ്റ് ഫുഡ് ഒഴിവാക്കുക. പിന്നെ ഇവയെ ഇടേണ്ട ടാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒത്തിരി ഹൈറ്റുള്ള ടാങ്ക് നമ്മൾ ഇടേണ്ട കാര്യമില്ല. നല്ല നീളമുള്ള ടാങ്കാണ് ഇവർക്ക് വളരാനായിട്ട് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിലൊക്കെയുള്ള ടാർപോളിൻ ഷീറ്റ് വെച്ചുള്ള ഫിഷ് പോണ്ടിലൊക്കെ ഇടുന്നതായിരിക്കും വളരെയധികം നല്ലത്. പിന്നെ ഇവയുടെ ഗ്രോത്ത് കൂട്ടാനായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ നോർമൽ പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും ലൈഫ് ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക. അതിലൂടെ ഇവയ്ക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇവയ്ക്ക് ഗ്രോത്ത് കൂടാനായിട്ട് മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലിനെ അത്യാവശ്യം വലുപ്പമായ ശേഷം മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവയുടെ ടാങ്കിൽ ഈ പായൽ ചെടി പോലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് വളരെയധികം നന്നാവും. കാരണം ഇത്തിരി പായലൊക്കെ വെക്കുന്നതിലൂടെ വെള്ളത്തിൽ ഈ ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളൊക്കെ ഉണ്ടാകുന്നതിലൂടെ അത് തിന്ന് ഇവർക്ക് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. നമ്മൾ ഈ പായലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെയധികം നന്നാവും. പിന്നെ അത്യാവശ്യം വെയിലൊക്കെ അടിക്കുന്ന ടാങ്കിൽ ഇവ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഒത്തിരി വെയിലായി കഴിഞ്ഞാൽ ഇവ ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു അത്യാവശ്യത്തിന് വെയിലടിക്കുന്ന ഒരു ടാങ്കിൽ ഇവ ഇടാൻ ശ്രമിക്കുക. അല്ലെങ്കിലും ഈ പായൽ വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം വെയിലടിക്കുന്ന ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത്തിരി ഗ്രീൻ ആൽഗെ വാട്ടറൊക്കെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇവയെ ഈ വീടിനകത്തൊന്നും വെച്ച് അങ്ങനെ വളർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവയെപ്പോഴും പുറത്ത് എവിടെയെങ്കിലും കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ അവയ്ക്ക് ഓക്സിജനൊക്കെ കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്ത പക്ഷം നമ്മൾ ഈ എയർ പമ്പൊക്കെ വെച്ച് കൊടുക്കുന്നത് വളരെയധികം നന്നാവും. പിന്നെ വീടിനുള്ളിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈറ്റൊക്കെ ഇതിന് വെച്ച് കൊടുക്കുന്നത് നന്നാവും. അപ്പോൾ ലൈറ്റൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം സൂര്യപ്രകാശമാണെങ്കിലും വെളി വെച്ച് കഴിഞ്ഞാൽ അടിക്കുന്ന തരത്തിൽ വെക്കണം. അതുകൊണ്ട് തന്നെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാകും ഇവയുടെ ഗ്രോത്തിനൊക്കെ. പിന്നെ ഒരു ദിവസം 2 തവണയെങ്കിലും നിങ്ങൾ ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഇവയുടെ ഗ്രോത്ത് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും. പിന്നെ ഇവയെ തീരെ ചെറിയ ബൗളിലൊന്നും ഇടരുത്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ടാങ്ക്, ഞാൻ പറഞ്ഞല്ലോ ടാർപോളിൻ ഷീറ്റിലൊക്കെയുള്ള ഫിഷ് പോണ്ടാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടാങ്കിൽ ഇടുക. നിങ്ങൾ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഇടുന്നതാണ് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കണോടെ അമർത്തുകയാണെങ്കിൽ നമ്മളെടുത്ത പുതിയൊരു വീഡിയോകളപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.